നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി. കഴിഞ്ഞ ചാപ്റ്ററിൽ എ സി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോയിലിൻ്റെ രണ്ട് ഫ്രീ എൻഡുകൾക്കിടയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എ സിക്ക് കാരണക്കാരനായ EMF. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു: എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾക്ക് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതും കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഈ വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ഈസ് ഗിവൺ ബൈ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഈ കറണ്ടിന്റെ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ അതും കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഒരിക്കൽ കൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. ഒമേഗ ടി, ടി മാറുന്നതിനനുസരിച്ച് ടൈം മാറുന്നതനുസരിച്ച് ഒമേഗ ടി മാറും. ഒമേഗ ടി മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ മാറും. ഒമേഗ ടി ആണ് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്, കറണ്ടിന്റെ വാല്യൂ ആണ് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ഒമേഗ ടിയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ 0. ഒമേഗ ടിയുടെ വാല്യൂ π/2 ആവുന്ന സമയത്ത് I ഈക്വൽ ടു I0 സൈൻ π/2. സൈൻ π/2 എന്ന് വെച്ചാൽ ഡിഗ്രിയിൽ പറയുമ്പോൾ സൈൻ 90. അപ്പോൾ സൈൻ 90യുടെ വാല്യൂ +1 ആണ്. സോ I ഈക്വൽ ടു പ്ലസ് I0 വെൻ ഒമേഗ ടി ഈക്വൽ ടു π/2. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വാല്യൂ ആണ് +I0 എന്ന് പറയുന്നത്. വീണ്ടും കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടിയുടെ വാല്യൂ പിന്നെയും കൂടും. ഒമേഗ ടിയുടെ വാല്യൂ π റേഡിയൻ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I ഈക്വൽ ടു I0 സൈൻ പൈ അല്ലെങ്കിൽ സൈൻ 180 0 ആണ്. സോ I ഈക്വൽ ടു I0 ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 വരും. അതാണ് ഗ്രാഫിലെ ഈ പോയിന്റ്. പിന്നെയും കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടിയുടെ വാല്യൂ 270 ഡിഗ്രി ആയി മാറും. എന്ന് വെച്ചാൽ 3π/2 റേഡിയൻ ആയി മാറും. സൈൻ 3π/2 അല്ലെങ്കിൽ സൈൻ 270 എന്ന് പറയുന്നത് -1 ആണ്. സോ ഒമേഗ ടിയുടെ വാല്യൂ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 റേഡിയൻ ആവുന്ന സമയത്ത് കറണ്ട് ഈസ് I ഈക്വൽ ടു I0 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു -I0. അതാണ് ഈ ഒമേഗ ടിയുടെ വാല്യൂ 3π/2 ആവുന്ന സമയത്തുള്ള കറണ്ടിന്റെ വാല്യൂ ഈ പോയിന്റ് വരാൻ കാരണം. ഇനി അതേപോലെ വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി തിരിഞ്ഞാൽ 270 ഡിഗ്രി തിരിഞ്ഞ കോയിൽ വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആവും. 360 ഡിഗ്രിയെ റേഡിയനിൽ പറയുമ്പോൾ 2π റേഡിയനായി മാറും. 2π റേഡിയൻ തിരിഞ്ഞു കഴിഞ്ഞാൽ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ട് കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷനിൽ ഒമേഗ ടിയുടെ സ്ഥാനത്ത് 2π കൊടുത്താൽ മതി. സൈൻ 2π അല്ലെങ്കിൽ സൈൻ 360 എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ദെർഫോർ ഐയുടെ വാല്യൂ 0 വരും. വീണ്ടും കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതേ കർവിന്റെ രൂപത്തിൽ റിപ്പീറ്റേഷൻ ആണ് കറണ്ടിന്റെ ഷേപ്പ് വരിക. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി ഇത് വരയ്ക്കുന്നത് വരെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി പൂർത്തിയായി എന്നൊക്കെ പറയും. ഈ ചിത്രത്തിന്റെ പ്രത്യേകത, കറണ്ടിന്റെ ഈ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷന്റെ പ്രത്യേകത, ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ടൈം വാല്യൂവിലും കറണ്ടിന് ഓരോരോ വാല്യൂസ് ആണ്. തുടക്കത്തിൽ t ഈക്വൽ ടു 0 ആകുമ്പോൾ കറണ്ട് 0 ആയിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ടൈമിന്റെ വാല്യൂ മാറി ഒമേഗ ടിയുടെ വാല്യൂ π/2 റേഡിയൻ ആയപ്പോൾ കറണ്ട് പ്ലസ് പോസിറ്റീവ് മാക്സിമായി. പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ കറണ്ട് 0 ആയി. പിന്നെയും ടൈം കഴിഞ്ഞപ്പോൾ കറണ്ട് നെഗറ്റീവ് മാക്സിമായി. വീണ്ടും കറണ്ട് 0 ആയി. ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറെ സമയം കറണ്ട് പോസിറ്റീവും ബാക്കി കുറെ സമയം കറണ്ട് നെഗറ്റീവും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കറണ്ട് ദിശ മാറുന്നു എന്നാണ്. ഒരു AC വോൾട്ടേജിനെ റിപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പല് ഇങ്ങനെയാണ് വരയ്ക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക, അതിനകത്ത് ഒരു വേവ് ഫോം, ഈ കാണിച്ചിരിക്കുന്ന വേവ് ഫോം ആണ് അവിടെ വരച്ചിരിക്കുന്നത്. ഒരു വേവ് ഫോം വരയ്ക്കുക. DC സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് മുമ്പേ അറിയാം. അതിനൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. AC സോഴ്സിന് സ്ഥിരമായിട്ടൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അടയാളപ്പെടുത്താൻ നിവൃത്തിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വോൾട്ടേജിന്റെ ഇതാണ് വോൾട്ടേജ്, AC വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണിത്. ഈ ഇക്വേഷൻ റിപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് നമുക്ക് ഇതേപോലെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയം പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവും, ബാക്കി സമയം നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് ആവുന്ന സമയത്ത് അപ്പർ എൻഡ് പോസിറ്റീവും ലോവർ എൻഡ് നെഗറ്റീവ് ആകുന്ന രീതിയിലാണ് ഈ സോഴ്സിന്റെ പോളാരിറ്റി. നമ്മൾ ബാറ്ററിയുടെ സെല്ലിന്റെ ഈ വലിയ വര എപ്പോഴും പോസിറ്റീവ് പൊട്ടൻഷ്യലും ചെറിയ വര എപ്പോഴും നെഗറ്റീവ് പൊട്ടൻഷ്യലും എന്ന് റിപ്രസെന്റ് ചെയ്യുന്ന പോലെ ഈ കേസിൽ വോൾട്ടേജിന്റെ പോസിറ്റീവ് വാല്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം, വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. സോഴ്സിന്റെ മുകളിലത്തെ ഭാഗം ഈ കണ്ടക്ടറിന്റെ ഈ ഭാഗം സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന മുകളിലത്തെ കണ്ടക്ടർ പോസിറ്റീവ് പൊട്ടൻഷ്യലും സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന താഴത്തെ കണ്ടക്ടർ നെഗറ്റീവ് പൊട്ടൻഷ്യലാണെന്നും എടുക്കാം. അതേ സമയത്ത് അതേ വോൾട്ടേജ് നെഗറ്റീവ് വാല്യൂസ് കാണിക്കുന്ന സമയത്ത്
സോഴ്സിന്റെ താഴത്തെ ഭാഗത്ത് പോസിറ്റീവ് പൊട്ടൻഷ്യലും മുകളിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും എന്നും പറയാം. ഇങ്ങനെ ഒരു അർത്ഥം ഈ വോൾട്ടേജിന് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഗ്രാഫിൽ വരുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ നിൽക്കില്ല. വീണ്ടും അടുത്ത എന്താ ഈ നെഗറ്റീവ് ഹാഫ് കഴിഞ്ഞാൽ വീണ്ടും പോസിറ്റീവ് ആണ് ഹാഫ് ആണ് വരിക. അപ്പോൾ ഇവിടെ മുകളിൽ വീണ്ടും പോസിറ്റീവ് എന്നും ഇവിടെ നെഗറ്റീവ് എന്നും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ പോളാരിറ്റി AC വോൾട്ടേജിന്റെ പോളാരിറ്റി തുടർച്ചയായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഏതെങ്കിലും ഭാഗത്ത് പോസിറ്റീവ് എന്നോ ഏതെങ്കിലും ഭാഗത്ത് നെഗറ്റീവ് എന്നോ കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ആ വരയ്ക്കുന്ന ഇൻസ്റ്റന്റിലുള്ള വാല്യൂ ആണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും ഈ ഭാഗം പോസിറ്റീവ്, എപ്പോഴും താഴത്തെ ഭാഗം നെഗറ്റീവ് എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം ഇവിടെ കൊടുക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ച് AC-യുടെ ഇക്വേഷനിലേക്ക് തന്നെ വരിക. I = I0 sin ωt ആണ് നമ്മുടെ AC-യുടെ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ കറണ്ടിന് കാരണക്കാരനായ സോഴ്സിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണിത്. ആ സോഴ്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വോൾട്ടേജിനെ V എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ എന്നുള്ളത് കൊണ്ട് എപ്സിലോൺ എന്ന് റിപ്രസെന്റ് ചെയ്യുക ആയതുകൊണ്ട് എപ്സിലോൺ = ε0 sin ωt എന്ന് പറഞ്ഞു. നമുക്ക് അതിന് പകരം V ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. ഈ ഇക്വേഷന് എപ്സിലോണിന്റെ സ്ഥാനത്ത് V കൊടുക്കാം, ε0യുടെ സ്ഥാനത്ത് V0 കൊടുക്കാം ഇൻറ്റു സൈൻ ωt. ഇവിടെ V എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള വോൾട്ടേജ്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ T എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V എന്ന് പറയുന്നത്. V0 എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഉദാഹരണത്തിന് കറണ്ടിന്റെ വേവ് ഫോമിന്റെ പീക്ക് വാല്യൂ പ്ലസ് I0 അല്ലെങ്കിൽ I0 എന്ന് പറയുന്ന പോലെ വോൾട്ടേജിന് ഇതേപോലത്തെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ ഇവിടെ പ്ലസ് V0 എന്നും ഇവിടെ മൈനസ് V0 എന്നും കൊടുക്കാൻ പറ്റും. ഈ ഇക്വേഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അപ്പം വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണ് V0 എന്ന് പറയുന്നത്. അതുകൊണ്ട് V0യെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് AC വോൾട്ടേജ് എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ വരയ്ക്കുന്ന ഇൻസ്റ്റന്റിൽ അപ്പർ എൻഡ് പോസിറ്റീവ് പൊളാരിറ്റിയും ലോവർ എൻഡ് നെഗറ്റീവ് പൊളാരിറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്റ്റന്റിൽ ഈ ചിത്രം വരയ്ക്കുന്ന ഇൻസ്റ്റന്റിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുക എന്നുള്ളത് കൊണ്ട് ഇത് വരച്ച ഇൻസ്റ്റന്റിൽ പൊളാരിറ്റി ഇങ്ങനെയാണെങ്കിൽ കറണ്ട് AC ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ റിപ്രസെന്റ് ചെയ്യുന്ന കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആയി മാറും. എപ്പോഴാണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറുക? നെഗറ്റീവ് ഹാഫ് കറണ്ടിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ നെഗറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് അതുവരെ ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകിയിരുന്ന കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകും. കാരണം ആ സമയത്ത് താഴത്ത് പോസിറ്റീവ് പൊട്ടൻഷ്യലും മുകളിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് ഒരു ഇസ്തിരിപ്പെട്ടിയാണ് എന്ന് വിചാരിക്കാം. ഇസ്തിരിപ്പെട്ടിയുടെ റെസിസ്റ്റൻസ് ആണ് R എന്ന് നമ്മൾ റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇസ്തിരിപ്പെട്ടി AC വോൾട്ടേജിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവാൻ തുടങ്ങും. ഇസ്തിരിപ്പെട്ടി ചൂടാവാൻ കാരണം അതിലൂടെ കറണ്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ കറണ്ടിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പ്ലസ് I0 ആൻഡ് മൈനസ് I0 എന്നൊക്കെ കൊടുത്തിരുന്നു. കറണ്ടിന്റെ വാല്യൂ AC-യിൽ കോൺസ്റ്റന്റ് അല്ല, സ്ഥിരമായിട്ട് ഒരേ വാല്യൂ അല്ല, ദിശ മാറുന്നുണ്ട് എന്നുള്ള പ്രത്യേകത മാത്രമല്ല AC-ക്ക് ഉള്ളത്. അതിന്റെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഓരോ സമയത്തെ കറണ്ടിന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് T 0 ആവുന്ന സമയത്ത് കറണ്ട് 0 ആണ്. പിന്നെ T ഒരു പർട്ടിക്കുലർ വാല്യൂ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ കറണ്ടിന് ഇതാണ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. വീണ്ടും ടൈം മാറുമ്പോൾ കറണ്ടിന്റെ വാല്യൂ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. വീണ്ടും ടൈം വാല്യുമ്പോൾ കറണ്ട് പോസിറ്റീവ് മാക്സിമായി. പിന്നെയും ടൈം മാറുമ്പോൾ കറണ്ട് കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെയും ടൈം മാറുമ്പോൾ കറണ്ട് കുറഞ്ഞു വരികയാണ്. അതേപോലെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കറണ്ട് 0 ആയി മാറുന്നുണ്ട്. പിന്നെയും ടൈം മാറുമ്പോൾ കറണ്ട് വീണ്ടും കൂടുന്നു. പക്ഷെ ഇപ്പോൾ കൂടുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് കൂടുന്നത്. അതുവരെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകിയിരുന്നെങ്കിൽ ഈ ഹാഫിൽ ഒഴുകുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുന്നത് എന്നർത്ഥം. അതായത് ഓരോ ഇൻസ്റ്റന്റിലും ദിശ മാറുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഓരോ ഇൻസ്റ്റന്റിലും കറണ്ടിന്റെ വാല്യൂവിനും വേരിയേഷൻ ഉണ്ട് AC-യിൽ. അപ്പം ഈ ഇസ്തിരിപ്പെട്ടി ചൂടാവാൻ കാരണം ഈ വ്യത്യസ്ത കറണ്ടുകൾ ഒഴുകിയത് കൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായ ക്വാണ്ടിറ്റികളുടെ ഇഫക്റ്റ് പറയാൻ മാത്തമാറ്റിക്സിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുക? വ്യത്യസ്തമായ വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഒരു ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് പറയാനായിട്ട് ആരെയാണ് ഉപയോഗിക്കുക? വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ 50 പേർക്കും വ്യത്യസ്ത മാർക്കുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിന്റെ മൊത്തം പെർഫോമൻസ്, ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പെർഫോമൻസിന്റെ ഒരു നിലവാരം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യത്യസ്ത മാർക്കുകളുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ശരാശരി വാല്യൂ ആണ് പറയുക. ഈ ശരാശരി വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ പറയാം ആ ക്ലാസ് നല്ല പെർഫോമൻസ് ഉള്ള ക്ലാസ് ആണ്. അതല്ല, ശരാശരി വാല്യൂ കുറവാണെങ്കിൽ ആ ക്ലാസ്സിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയും. അതേപോലെ ഈ ഇസ്തിരിപ്പെട്ടിയിൽ ചൂടുണ്ടാവാൻ കാരണം ഈ ഓരോ ഇൻസ്റ്റന്റിലും ഇങ്ങനെ പല പല വാല്യൂസ് ഉള്ള വ്യത്യസ്ത കറണ്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ടുകളിൽ ഏത് കറണ്ട് കൊണ്ടാണ്
ഈ ഇസ്തിരിപ്പെട്ടിയുടെ ചൂട് ഉണ്ടാവും. ഇസ്തിരിപ്പെട്ടിക്ക് ചൂടുണ്ടാക്കാൻ സഹായിച്ചത് ഈ വ്യത്യസ്ത കറണ്ടുകളിലെ ഏത് കറണ്ടാണ്, അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്ന മൊത്തം ഇഫക്റ്റിന്റെ കാരണക്കാരൻ ഏത് കറണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ തോന്നാനുള്ള ഒരു ഉത്തരം, തോന്നാൻ സാധ്യതയുള്ള ഒരു ഉത്തരം ഈ കറണ്ടുകളുടെ എല്ലാം കൂടെ ശരാശരി വാല്യൂ എടുത്താൽ മതി. വ്യത്യസ്ത കറണ്ടുകൾ ഒഴുകുന്നതിന് പകരം ഒരു ശരാശരി വാല്യൂ ഓഫ് കറണ്ട്, ഇതിന്റെ എല്ലാം കൂടെ ശരാശരി വാല്യൂ ഓഫ് കറണ്ട് ഒഴുകിയാൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാവുക? ആ ഇഫക്റ്റാണ് ചൂടിന്റെ രൂപത്തിൽ ഇസ്തിരിപ്പെട്ടി പുറത്തു വന്നത് എന്ന് പറയാനാണ് നമുക്ക് തോന്നുക. നമ്മളുടെ അനുഭവം അങ്ങനെയാണ്. ശരാശരിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ആ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കേസിൽ കറണ്ടുകളുടെ എല്ലാം കൂടെ ശരാശരി വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ആ ശരാശരി വാല്യൂ ആണ് ഇസ്തിരിപ്പെട്ടിയിൽ ചൂട് എന്ന് പറയുന്ന ഇഫക്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ള തോന്നലാണ് നമുക്കുള്ളത്. അതുകൊണ്ട് we calculate the average value of current through this resistor. അപ്പം എ സിയുടെ ഇക്വേഷൻ നമുക്കറിയാം, I = I0 sin omega t ആണ്. ഏതെങ്കിലും ഇൻസ്റ്റന്റിലുള്ള കറണ്ടിന്റെ ഇക്വേഷൻ I = I0 sin omega t ആണ്. ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ കുറെ ആരുടെയൊക്കെ ആവറേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അവയെ എല്ലാം കൂടെ കൂട്ടണം. എന്നിട്ട് എത്ര പേരെ കൂട്ടിയോ ആ കൂട്ടിയ എണ്ണം കൊണ്ട്, എത്ര പേരെ നമ്മൾ കൂട്ടിയോ അത്രയും പേരുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടെ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് I0 sin omega t. ഇങ്ങനെ കൂട്ടേണ്ട ആൾക്കാരിൽ ഒരാളാണ് I0 sin omega t. ഇവിടെ I0 sin omega t ഒരു വാല്യൂ, ഇവിടെ വേറെ വാല്യൂ, അങ്ങനെ ഓരോരോ ടൈം വാല്യൂലും ഐക്ക് വേറെ വേറെ വാല്യൂസ് ആണ്. അപ്പം എത്ര പേരെ കൂട്ടണം? ഇവിടുന്ന് ഇവിടം വരെയുള്ള കറണ്ടുകളെ കൂട്ടിയാൽ മതിയോ, അതോ ഇവിടുന്ന് ഇവിടം വരെയുള്ള കറണ്ടുകളെ തമ്മിൽ കൂട്ടിയാൽ മതിയോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള കറണ്ടുകളെ തമ്മിൽ കൂട്ടിയാൽ മതിയോ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പൊ ബാക്കി വരുന്നുണ്ട്. എത്ര കറണ്ടുകളെ നമ്മൾ കൂട്ടണം? അതിന് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. എ സിയുടെ ആവറേജ് എന്ന് പറയുമ്പോൾ ആ പറച്ചിലിൽ തന്നെ ഒരു കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സിയിലുള്ള കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ് എടുക്കുക. അതേപോലെ എ സി വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി വോൾട്ടേജുകളുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ എടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇസ്തിരിപ്പെട്ടിയുണ്ട്. ഇസ്തിരിപ്പെട്ടിയുടെ റെസിസ്റ്റൻസ് ആണ് R എന്ന് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഇസ്തിരിപ്പെട്ടിയിലൂടെ എ സി ഉണ്ടാവാനായിട്ട്, കറണ്ട് ഒഴുകാനായിട്ട് നമ്മളൊരു എ സി സോഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന ഇൻസ്റ്റന്റിൽ എ സി സോഴ്സിൽ ഇവിടെ പോസിറ്റീവ് പോളാരിറ്റിയും താഴെ നെഗറ്റീവ് പോളാരിറ്റിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇസ്തിരിപ്പെട്ടിയിലൂടെ കറണ്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുന്ന കറണ്ടിന്റെ ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I = I0 sin omega t. ഇത് ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള കറണ്ടാണ്. ഈ കറണ്ടിന്റെ ഈ എ സിയുടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്കുള്ള ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഗ്രാഫ് തുടങ്ങുന്നത് ടൈമിന്റെ വാല്യൂ, ടിയുടെ വാല്യൂ, സ്മോൾ ടിയുടെ വാല്യൂ 0 ആകുമ്പോഴാണ്. ഗ്രാഫ് അവസാനിക്കുന്നത് സ്മോൾ ടിയുടെ വാല്യൂ ക്യാപിറ്റൽ ടി ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പീരീഡിന് തുല്യമായ സമയം എത്രയാണോ അത്രയും സമയത്തേക്ക് ഈ ഇസ്തിരിപ്പെട്ടിയിലൂടെ ഒഴുകുന്ന വ്യത്യസ്ത കറണ്ടുകളുടെ എല്ലാം കൂടെയുള്ള ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മുമ്പേ പഠിച്ചത് തന്നെയാണ്. ഇനി ഇതിനകത്ത് കുറെ വരകൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ട് വരച്ചിട്ടുണ്ട്. അത് ഓരോരോ ഇൻസ്റ്റന്റുകളാണ്. ഉദാഹരണത്തിന് ഈ ഇൻസ്റ്റന്റ് 1 സെക്കൻഡ് ആണ് വിചാരിക്കുക. മൊത്തം അതിനു മുമ്പേ നമ്മൾ ഈ എ സിയുടെ പീരിയഡ് എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ഈ 10 സെക്കൻഡിനെ നമ്മൾ കുറെ ചെറിയ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, അങ്ങനെ 10 ചെറിയ ഇൻസ്റ്റന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആ ഓരോ ഇൻസ്റ്റന്റിലുമുള്ള, ഉദാഹരണത്തിന് ടിയുടെ വാല്യൂ, സ്മോൾ ടിയുടെ വാല്യൂ 1 സെക്കൻഡ് ആകുന്ന സമയത്ത് ഈ ഇക്വേഷൻ നമ്മൾ ടിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്ന കറണ്ട്. അതിനെയാണ് ഈ വെർട്ടിക്കൽ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ സ്മോൾ ടി ടൈമിന്റെ വാല്യൂ 2 സെക്കൻഡ് ആവുന്ന സമയത്ത് എത്രയാണ് കറണ്ട് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ആ കറണ്ടിന്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഹൈറ്റ്, ഈ കാണിച്ചിരിക്കുന്ന വാല്യൂ. അതേപോലെ ഓരോ ഇൻസ്റ്റന്റിലുമുള്ള കറണ്ടിന്റെ വാല്യൂ, ആ ഇൻസ്റ്റന്റുകളുടെ വാല്യൂ ടിക്ക് പകരം ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കറണ്ടുകളാണ് ഈ വെർട്ടിക്കൽ ലൈനുകളുടെ, ഈ ലൈനുകളുടെ എല്ലാം അറ്റങ്ങളിൽ കാണുന്ന കറണ്ടുകൾ. അതായത് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഓരോ ഇൻസ്റ്റന്റിലും ഈ ഇസ്തിരിപ്പെട്ടിയിലൂടെ വ്യത്യസ്ത കറണ്ടുകളാണ് ഒഴുകുന്നത്. ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട്. അങ്ങനെ ചൂടാവാൻ കാരണം, ഈ വ്യത്യസ്ത കറണ്ടുകൾ ഒഴുകുമ്പോൾ ഇസ്തിരിപ്പെട്ടി ചൂടാവാൻ കാരണം എന്തായിരിക്കാം, ഏത് കറണ്ട് കാരണമായിരിക്കാം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അത് ഇവയുടെ എല്ലാം കൂടെ ആവറേജ് കറണ്ട് കാരണമാകാം. ആ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടായത് ഈ വ്യത്യസ്ത കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ്
കറണ്ട് കൊണ്ടാകാം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വ്യത്യസ്ത കറണ്ടുകളുടെ എല്ലാം ഈ കാണിച്ചിരിക്കുന്ന കർവിന്റെ മുകളിലുള്ള വ്യത്യസ്ത കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. എ സിയുടെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്കുള്ള എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി സെക്കൻഡ് സമയത്തേക്ക് എത്ര 0 മുതൽ ക്യാപിറ്റൽ ടി സെക്കൻഡ് വരെയുള്ള ഇൻസ്റ്റന്റുകളിൽ എത്ര വ്യത്യസ്ത കറണ്ടുകളുണ്ടോ അവയുടെ എല്ലാം ആവറേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ സി കറണ്ട് ആയാലും ശരി വോൾട്ടേജ് ആയാലും ശരി ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയം കൊണ്ട് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ എത്ര കറണ്ടുകളുണ്ടോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുണ്ടോ അവയുടെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് ആണ് എ സിയുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിൽ ഒരു കറണ്ടാണ് I = I0. ഈ കണ്ട കറണ്ടുകളിൽ ഈ കാണിച്ചിരിക്കുന്ന വ്യത്യസ്ത കറണ്ടുകളിൽ ഒരു കറണ്ടാണ് I = I0 sin ωt എന്ന് പറയുന്നത്, സ്മോൾ ടി ഇൻസ്റ്റന്റിലുള്ള കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യസ്ത കറണ്ടുകളുടെ എല്ലാം കൂടെ സം എടുക്കണം. ഇവരുടെ എല്ലാം കൂടെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ എല്ലാം കൂടെ സം എടുക്കണം. എന്നിട്ട് ആ സമ്മിനെ എല്ലാം കൂടെ കൂട്ടിയതിനെ എത്ര ആൾക്കാരെ കൂട്ടിയിട്ടുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിനെ ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ആവറേജ് കറണ്ട് ഓഫ് എ സി ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് റിപ്രസെന്റഡ് ആസ് IAV ദാറ്റ് ഈസ് ഈക്വൽ ടു I0 sin ωtകളുടെ എല്ലാം കൂടെ സം എടുക്കണം. I0 sin ωtകളുടെ അതിലൊരു I0 sin ωt ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വേറൊരു I0 sin ωt ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവയുടെ എല്ലാം കൂടെ സം എടുക്കുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടം വരെയുള്ള I0 sin ωtകളുടെ സം എടുക്കണം? ടൈമിന്റെ വാല്യൂ 0 മുതൽ ക്യാപിറ്റൽ ടി വരെ വ്യത്യാസപ്പെടുമ്പോൾ എത്ര ഇൻസ്റ്റന്റുകൾ ഉണ്ടോ അതിൽ ഓരോ ഇൻസ്റ്റന്റിലെയും I0 sin ωtകളുടെ സം എടുക്കണം. അതായത് ഇന്റഗ്രൽ 0 മുതൽ ക്യാപിറ്റൽ ടി വരെയുള്ള I0 sin ωtകളുടെ സം എടുക്കുക എന്നർത്ഥം. ഈ എഴുതിയതാണ് ആ സം. ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി I0 sin ωt dt ആണ് ഈ ഓരോ പോയിന്റിലുമുള്ള കറണ്ട് വാല്യൂസിന്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഹരിക്കണം? അതിനെ എത്ര ഇൻസ്റ്റന്റ് നോക്കൂ, ഓരോ ഇൻസ്റ്റന്റിലും ഓരോ കറണ്ടാണ്. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ ഈ പോയിന്റ് മുതൽ 0 ടൈമിന്റെ വാല്യൂ 0 മുതൽ ടൈമിന്റെ വാല്യൂ ക്യാപിറ്റൽ ടി ആകുന്നത് വരെ എത്ര ഇൻസ്റ്റന്റുകൾ ഉണ്ടോ അത്രയും I0 sin ωtകൾ ഉണ്ട്. എത്ര ഇൻസ്റ്റന്റുകൾ ഉണ്ട്? 1 2 3 4 എന്നിങ്ങനെ എണ്ണി പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ഇൻസ്റ്റന്റുകൾ ഉണ്ട്. അതുകൊണ്ട് എത്ര എണ്ണം ഈ ന്യൂമറേറ്ററിൽ എത്ര ടേമുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി തന്നെയാണ്. ഓരോ ഇൻസ്റ്റന്റിലും ഓരോ sin ωt. അപ്പൊ മൊത്തം എത്ര ഇൻസ്റ്റന്റ് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് ചോദിച്ചാൽ ടി ഇൻസ്റ്റന്റുകൾ ഉണ്ട്. ക്ലിയർ ആയിണ്ടാവും വിചാരിക്കും. നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാറുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ടി യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി dt ആണ്. നിങ്ങൾ ഇന്റഗ്രൽ dx പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ dx ഈക്വൽ ടു x + c ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ dt ഈക്വൽ ടു ടി ആണ് വരിക, സ്മോൾ ടി ആണ് വരിക. ഡിഎക്സിന്റെ സ്ഥാനത്തോട്ട് dt ആണുള്ളത്. അപ്പൊ ഇന്റഗ്രൽ dx ഈക്വൽ ടു x + c ആണെങ്കിൽ ഇന്റഗ്രൽ dt ഈക്വൽ ടു സ്മോൾ ടി + c വരും. പക്ഷെ ഇവിടെ സി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുന്ന സമയത്ത് സി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ആദ്യം സ്മോൾ ടിയുടെ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ക്യാപിറ്റൽ ടി മൈനസ് പിന്നെ സ്മോൾ ടിക്ക് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി dt ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്യാപിറ്റൽ ടിക്ക് പകരം വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി dt ഇങ്ങനെയും എഴുതാം. ഇതാണ് ആവറേജ് കറണ്ട് ഓഫ് എ സി ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ഇനി പറയുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എ സി ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിളിന് സ്പെസിഫൈ ചെയ്യില്ല, വെറുതെ ആവറേജ് വാല്യൂ ഓഫ് എ സി എന്ന് മാത്രമേ പറയുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് ആവറേജ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിലുള്ള വാല്യൂസിന്റെ ആവറേജ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആവറേജ് വാല്യൂ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി dt ക്ക് പകരം നമ്മൾ ടി എന്ന് കൊടുക്കാം. സോ ഡിനോമിനേറ്ററിലാണ് ടി കിടക്കുന്നത്. സോ 1/t ഇൻറ്റു ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി I0 sin ωt dt. I0 കോൺസ്റ്റന്റ് ആണ്. സോ I0 ഇൻറ്റു ഇന്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി sin ωt dt. sin ωt dt. ഇന്റഗ്രൽ ഓഫ് സൈൻ ഫംഗ്ഷൻ, ഉദാഹരണത്തിന് ഇന്റഗ്രൽ sin ax dx ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക മാത്തമാറ്റിക്സിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/a ഇൻറ്റു കോസ് ax പ്ലസ് സി. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു അറിവ്. ഇതിൽ
എയുടെ സ്ഥാനത്ത് ഒമേഗ ഉണ്ട്, എക്സിന്റെ സ്ഥാനത്ത് ടി ഉണ്ട്, ഡി എക്സിന്റെ സ്ഥാനത്ത് ഡി ടി ഉണ്ട്. ആൻഡ് therefore I average is equal to I0 by T. I0 by capital T into ഇതിന്റെ ഉത്തരമാണ് ഇനി എഴുതാൻ പോകുന്നത്. അതിന്റെ ഉത്തരം -1 by A. എയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗയാണ്. സോ -1 by ഒമേഗ ഇൻറ്റു കോസ് എ എക്സ് ഇൻറ്റു കോസ് ഒമേഗ ടി. എയുടെ സ്ഥാനത്ത് ഒമേഗയാണ്, എക്സിന്റെ സ്ഥാനത്ത് ടി ആണ്. ഇനി പ്ലസ് ഇവിടെ ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തന്നിട്ടുണ്ട്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ എഴുതും. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു -I0 by omega t, -I0 by omega t, ഈ ഭാഗമാണ് എഴുതിയിരിക്കുന്നത്, ഇൻറ്റു ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുക്കുക. സോ കോസ് ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ടി മൈനസ് ഇനി ടിക്ക് പകരം സ്മോൾ ടിക്ക് പകരം ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോസ് ഒമേഗ ഇൻറ്റു 0, ദാറ്റ് ഈസ് കോസ് 0, which is equal to -I0 by omega into capital T into cos omega, capital ഒമേഗയ്ക്ക് പകരം 2π by capital T into capital T. ഇത് നിങ്ങൾ മുമ്പേ പഠിച്ചാണ്, തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കി, കഴിഞ്ഞ വർഷങ്ങളിലും പഠിച്ചിട്ടുണ്ട്. ഒമേഗ is equal to angular velocity or angular frequency equal to 2π by capital T into capital T minus cos 0. ടി ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -I0 by omega t into cos 2π. Cos 2π is +1. So +1 മൈനസ് ഈ മൈനസ് ആണ് ഇട്ടത്. cos 0 is again +1. So 1 - 1 that is equal to 0. അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്ക് ആ ഇസ്തിരിപ്പെട്ടിയിലൂടെ റെസിസ്റ്ററിലൂടെ ഏതൊക്കെ വ്യത്യസ്ത എ സികൾ ഒഴുകിയോ, ഏതൊക്കെ വ്യത്യസ്ത ഇൻസ്റ്റന്റേനിയസ് കറണ്ടുകൾ ഒഴുകിയോ അവരുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്? വ്യത്യസ്ത വാല്യൂസ് ഓഫ് കറണ്ടുകൾ ഓരോ ഇൻസ്റ്റന്റിലും ഒഴുകുന്ന സമയത്ത് ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട്. അപ്പം ആ ചൂടാവാൻ കാരണക്കാരനായ കറണ്ട് ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉത്തരമാണ് ഇവയുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ ആകാം. അതിനുവേണ്ടി നമ്മളൊരു ഉദാഹരണം എടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഓരോ കുട്ടിക്കും ഓരോ മാർക്കാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രകടനം ഉയർന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ മാർക്കുകളുടെ എല്ലാം കൂടെ ആവറേജ് എടുത്താൽ മതി. അങ്ങനെ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ ഇസ്തിരിപ്പെട്ടിയുടെ ചൂടാവലിന് കാരണം ഈ കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ് ആവാം എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടിയത്. അപ്പൊ ഇവിടെ ആവറേജ് വാല്യൂ 0 കിട്ടിയതിന് 2 അർത്ഥങ്ങൾ കൊടുക്കാം. ഒന്ന്, ഇസ്തിരിപ്പെട്ടി ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി അതിലൂടെ കടന്നു പോയപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അത് ശരിയല്ല എന്ന് നമുക്കറിയാം. ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട്. എ സി ഇസ്തിരിപ്പെട്ടിയിലൂടെ കടത്തിവിട്ടാൽ ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട്. ആവറേജ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടിയതിന് കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ അർത്ഥം, ഇസ്തിരിപ്പെട്ടിയിൽ ഹീറ്റ് ഉണ്ടാക്കിയത് ഏത് കറണ്ടാണ് എന്നുള്ള ചോദ്യത്തിന്, അതായത് ഈ കറണ്ടുകളുടെ എല്ലാം കൂടെ ഇഫക്റ്റ് ഉണ്ടാക്കിയത് ഏത് കറണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ആവറേജ് വാല്യൂ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം 0 കിട്ടിയതിന്റെ രണ്ടാമത്തെ അർത്ഥം. ഈ രണ്ടാമത്തെ അർത്ഥമാണ് ശരി. ഒരു എ സിയുടെ ഇഫക്റ്റ് എന്താണ് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും ആവറേജ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആവറേജ് വാല്യൂ ഓഫ് എ സി ഡസ് നോട്ട് ടെൽ us എനിത്തിങ് അബൌട്ട് ദ ഇഫക്റ്റ് ഓഫ് എ സി. ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് ആ ക്ലാസ്സിലെ മൊത്തം പ്രകടനത്തിന്റെ ഒരു അളവുകോലാണ് എന്ന് പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സിയിലെ കറണ്ടുകളുടെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടുകളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ ആവറേജിന് ആ വ്യത്യസ്ത കറണ്ടുകളെ കൊണ്ടുണ്ടായ ഇഫക്റ്റ് എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. ഓക്കെ, ഇതേപോലെ ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻ കംപ്ലീറ്റ് സൈക്കിൾ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ മാത്തമാറ്റിക്സ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ മതി. നമ്മൾ ഈ സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയഗ്രത്തിൽ നോക്കിയാൽ മതി.
എത്ര പോസിറ്റീവ് വാല്യൂസ് ഉണ്ടോ അത്രയും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. പോസിറ്റീവ് വാല്യൂസിൽ ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് നെഗറ്റീവ് വാല്യൂസിന് ഓരോരുത്തർക്കും ഉള്ളത്. അതായത് +I0ക്ക് പകരം ഇവിടെ -I0 ഉണ്ട്. അതേപോലെ ഓരോ കറണ്ട് വാല്യൂവിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ഹാഫിൽ കറണ്ട് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര പോസിറ്റീവ് വാല്യൂസ് ഉണ്ടോ അത്രയും നെഗറ്റീവ് വാല്യൂസ് ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 0 ആണ് കിട്ടുക. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും ആൾക്കാരെ തമ്മിൽ കൂട്ടണമല്ലോ. അപ്പൊ അങ്ങനെ കൂട്ടുന്ന സമയത്ത് 0 ആണ് കിട്ടുക. അതുകൊണ്ടാണ് അതേ സംഗതി മാത്തമാറ്റിക്കലി നമ്മളൊന്ന് പ്രൂവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദി ആവറേജ് വാല്യൂ ഓഫ് AC ഇസ് ഓഫ് നോ ഫിസിക്കൽ യൂസ്. നമുക്ക് തൽക്കാലം അതിനെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. ഇനി അമ്മീറ്ററുകളും വോൾട്ട്മീറ്ററുകളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് കറണ്ട് അളക്കാനും വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുമാണ്. AC അതേപോലെ DC ഇങ്ങനെ 2 തരം വോൾട്ടേജുകൾ ഉള്ളതായിട്ട് ഇപ്പം നമുക്കറിയാം. AC-യുടെ പ്രത്യേകത മാഗ്നിറ്റ്യൂഡ് മാറും, ദിശയും മാറും. DC-യുടെ പ്രത്യേകത അതിന്റെ ദിശ മാറില്ല, അത് എല്ലായ്പ്പോഴും ഒരേ ദിശയിലാണ് ഒഴുകുക. എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ദിശയിലാണ് DC നമ്മൾ സെല്ല് കണക്ട് ചെയ്തപ്പോൾ ക്ലോക്ക് വൈസ് ദിശയിലാണ് ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകുന്നതെങ്കിൽ ആ സർക്യൂട്ടിൽ മോഡിഫിക്കേഷൻ വരാത്തടത്തോളം കാലം ആ സർക്യൂട്ടിൽ ക്ലോക്ക് വൈസ് ദിശയിൽ മാത്രമേ കറണ്ട് ഒഴുകുകയുള്ളൂ. AC അങ്ങനെയല്ല, ഒരേ സർക്യൂട്ടിൽ ഒരു ഹാഫിൽ ക്ലോക്ക് വൈസ് ഒഴുകി കഴിഞ്ഞാൽ അടുത്ത ഹാഫിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുക. അപ്പോൾ DC-യുടെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് 5 ആംപിയർ ആണെന്ന് വിചാരിക്കാം. ഇതാണ് +5 ആംപിയർ എങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും ടൈമിന്റെ ആക്സിസ് ആണ് ഇത് X ആക്സിസ് എങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും കറണ്ടിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയ 5 ആംപിയർ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് DC വരിക. DC കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ആയിക്കോളുന്നില്ല. ഇത് നമ്മൾ സ്റ്റഡി കറണ്ട് എന്ന് പറയും, ഒരേപോലെയുള്ള വാല്യൂ. ചിലപ്പോൾ DC-യുടെ വാല്യൂ 5, 4, 3 വീണ്ടും 4, 5 അങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിൽ ചെറിയ 5-ൽ നിന്നും 4-ലേക്ക് പോയി, പിന്നെ 3-ലേക്ക് പോയി, പിന്നെ വീണ്ടും 5-ലേക്ക് ഉയർന്നു എന്നൊക്കെ വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള വേരിയേഷന്റെ രൂപത്തിലും DC ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരിക്കലും നെഗറ്റീവ് ആയിട്ടില്ല. X ആക്സിന്റെ താഴേക്ക് പോയിട്ടില്ല, ഇവിടെ പോയിട്ടുണ്ട്. നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ താഴേക്ക് X ആക്സിന്റെ താഴേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കറണ്ടിന്റെ ദിശ മാറി എന്നാണ്. ദിശ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് DC എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത്തരം DCകളെ വേരിയിങ് DC എന്ന് പറയും. സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ടൈമാക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന DCയെ സ്റ്റഡി കറണ്ട് എന്ന് പറയും. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ 2 തരം കറണ്ടുകളും ഇപ്പൊ പരിചയമുണ്ട്. DC-യും അറിയാം, AC-യും അറിയാം. അതുകൊണ്ട് തന്നെ DC അളക്കാനുള്ള അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ ഉണ്ട്, AC അളക്കാനുള്ള അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ ഉണ്ട്. ഒരു DC അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വോൾട്ട്മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് DC അളക്കാനാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വരച്ചതിൽ വേരിയിങ് വോൾട്ടേജ് ആണ്, DC ആണ്, പക്ഷെ വേരിയിങ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മളൊരു DC വോൾട്ട്മീറ്റർ കണക്ട് കഴിഞ്ഞാൽ ഈ വാല്യൂസിന്റെ എല്ലാം ഇവിടെ വലിയ വാല്യൂ ഉണ്ട്, ഇവിടെ അത്ര വലിയ വാല്യൂ ഇല്ല, ഇവിടെ വീണ്ടും വലിയ വോൾട്ടേജ്, ഇവിടെ വാല്യൂ ഓഫ് വോൾട്ടേജ് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ വേരി ചെയ്യുന്ന DC വോൾട്ടേജ് ആണ് ഒരു DC വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് അളക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ആ വോൾട്ട്മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കണ്ട വാല്യൂസിന്റെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ അളക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇത് DC-യിലെ കറണ്ട് ആണെങ്കിൽ DC അമ്മീറ്റർ ഈ കറണ്ടുകളുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂവിനാണ് അളക്കുക. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഒരു DC അമ്മീറ്റർ AC അളക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര റീഡിംഗ് ആണ് കാണിക്കുക? DC അമ്മീറ്റർ ആ അമ്മീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടുകളുടെ ആവറേജ് വാല്യൂവിനെ കാണിക്കുന്ന രീതിയിലാണ്, അളക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു AC അളക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് AC-യുടെ ആവറേജ് വാല്യൂവിനെയാണ് കാണിക്കുക എന്നർത്ഥം. AC-യുടെ ആവറേജ് വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഒരു DC അമ്മീറ്ററോ അല്ലെങ്കിൽ ഒരു DC വോൾട്ട്മീറ്ററോ AC-യിലെ കറണ്ടിനെയോ വോൾട്ടേജിനെയോ അളക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ കാണിക്കുന്ന റീഡിങ് 0 ആയിരിക്കും. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഡിസ്കഷനിൽ AC-യുടെ ഇഫക്റ്റ് ആര് കാരണമാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആവറേജ് വാല്യൂവിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ആവറേജ് വാല്യൂ 0 ആണെന്ന് കിട്ടി, 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ പോലും ആ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് AC കൊണ്ട് ഇഫക്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യവും നമുക്കറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതായിരുന്നു, ആവറേജ് വാല്യൂ ഓഫ് AC ഡസ് നോട്ട് ടെൽ us ദി ഇഫക്റ്റ് ഓഫ് AC. ആവറേജ് വാല്യൂ ഓഫ് AC ഡസ് നോട്ട് ഹെൽപ്പ് us ടു ടെൽ ദ ഇഫക്റ്റ് ഓഫ് AC. ആവറേജ് വാല്യൂ ഓഫ് AC-യുടെ ഇഫക്റ്റ് എത്രയാണ് എന്ന് പറയാൻ പര്യാപ്തമല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. പിന്നെ അപ്പോൾ ക്ലാസ്സിൽ വ്യത്യസ്ത കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിൽ വ്യത്യസ്ത മാർക്കുകളാണുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ നിലവാരം എത്രയാണെന്ന് അറിയാൻ
ഈ കുട്ടികളുടെ എല്ലാം കൂടെ മാർക്കിന്റെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഓരോ ഇൻസ്റ്റന്റിൽ വ്യത്യസ്ത കറണ്ടുകളാണ് ഒഴുകിയതെങ്കിലും മൊത്തത്തിൽ ഈ വ്യത്യസ്ത കറണ്ടുകളെ കൊണ്ടുണ്ടായ ഇഫക്റ്റ് ഏത് കറണ്ട് കൊണ്ടാണ് ഉണ്ടായത് എന്നറിയാൻ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ക്വാണ്ടിറ്റിയുടെ അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു റെസിസ്റ്ററിൽ AC സോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഈ AC സോഴ്സ് കാരണം ഈ റെസിസ്റ്ററിലൂടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഒഴുകുന്ന കറണ്ട് I = I0 sin ωt ആണ് എന്ന് വിചാരിക്കും. ഇത്രയും കറണ്ട് ഒരു ചെറിയ ഇന്റർവെല്, ഇൻഫിനിറ്റസിമലി സ്മോൾ ഇന്റർവെൽ dt സമയത്തേക്ക് ഈ റെസിസ്റ്ററിലൂടെ പോകുന്നു എന്ന് വിചാരിക്കും. നമുക്കറിയാം ടൈം മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ മാറുന്നുണ്ട്. വളരെ 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 ചെറിയ ഒരു ഇന്റർവെൽ ഓഫ് ടൈമിലേക്ക് ഈ കറണ്ടാണ് ഒഴുകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ ഇന്റർവെല്ലിൽ dt എന്ന് പറയുന്ന വളരെ വളരെ ചെറിയ ഇന്റർവെല്ലിൽ എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും? അതിന് നമുക്ക് HAC എന്ന് വിളിക്കാം. HAC = കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I² × R × dt. ഇതിനെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയും. I കറണ്ട് ആ റെസിസ്റ്ററിലുള്ള ഒരു ഉപകരണത്തിലൂടെ dt സമയത്തേക്ക് ഒഴുകി കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ കറണ്ട് I = I0 sin ωt ആകുമ്പോൾ ആ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിന്റെ വാല്യൂ ആണ് ഇത്. ഓരോ ഇൻസ്റ്റന്റിലും ഇതേപോലെ നമുക്ക് വെവ്വേറെ ഇക്വേഷനുകൾ ഹീറ്റിന് വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റും. അവയെല്ലാം കൂടെ കൂട്ടിയാൽ അങ്ങനെ കിട്ടുന്ന വ്യത്യസ്ത HACകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്ക് ഈ റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്ക് ഈ റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്ത ആവറേജ് ഹീറ്റ് ഡ്യൂ ടു AC എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളതിനെ HACAV, AV സ്റ്റാൻഡ്സ് ഫോർ ആവറേജ് എന്ന് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കണ്ട ഇങ്ങനത്തെ ഓരോ ഇൻസ്റ്റന്റിലും എത്ര ഹീറ്റുകളുണ്ടോ, ഇൻഡിവിജ്വൽ ഹീറ്റുകളുണ്ടോ അവയുടെ എല്ലാം കൂടെ സം എടുക്കുക. ഇവിടുന്ന് അവിടം വരെയുള്ള സമ്മേഷൻ എടുക്കേണ്ടത് ഈ ഇൻസ്റ്റന്റ് തൊട്ടിട്ട് ഈ ഇൻസ്റ്റന്റ് വരെയുള്ള, അതായത് 0 മുതൽ T വരെ എത്ര ഇൻസ്റ്റന്റുകളുണ്ടോ ആ ഇൻസ്റ്റന്റുകളിൽ ഓരോന്നിലും ഡെവലപ്പ് ചെയ്യുന്ന I² R dt കണ്ടുപിടിക്കുക. എന്നിട്ട് അവയുടെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഹീറ്റുകൾ, ഇങ്ങനത്തെ എത്ര ഹീറ്റുകൾ നമ്മൾ കൂട്ടിയോ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഇൻസ്റ്റന്റുകൾ ഉണ്ടോ ആ ഇൻസ്റ്റന്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇൻസ്റ്റന്റുകളുടെ എണ്ണം T ആണ്. 0 മുതൽ T വരെ T ഇൻസ്റ്റന്റുകളുണ്ട്. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to T I² പകരം ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I = I0 sin ωt. സോ I² is I0² sin² ωt. ഇനി R dt ഉണ്ട്. സോ ഇൻറ്റു R dt ഡിവൈഡഡ് ബൈ T. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റുകളൊക്കെ പുറത്തേക്ക് എടുക്കാം. I0² കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. സോ I0² ഇൻറ്റു R ഡിവൈഡഡ് ബൈ ഈ T ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഇന്റഗ്രൽ 0 to T sin² ωt dt. That is equal to I0² R divided by T into integral 0 to T sin² ωt വേറെ ഇങ്ങനെ എഴുതാം 1 - cos 2 ωt whole divided by 2. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് 2 sin² ωt = 1 - cos 2 ωt എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ്. ഈ 2നെയും കൂടെ പുറത്തേക്ക് എടുക്കാം. സോ ഈ 2നെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മാറും. I0² R divided by 2 into T into integral 0 to T 1 - cos 2 ωt 1 - cos 2 ωt dt. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു I0² into R divided by 2t into ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം into integral 0 to T dt 1 into dt integral 0 to T dt minus integral 0 to T ഇനി ബാക്കി ഇതാണ് cos 2 ωt dt. ഈ ഭാഗത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇന്റഗ്രൽ 0 to T dt എന്ന് പറഞ്ഞാൽ T ആണ് എന്ന് തൊട്ട് മുമ്പത്തെ ഡെറിവേഷനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇന്റഗ്രൽ 0 to T cos 2 ωt dt വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഇന്റഗ്രൽ 0 to T cos 2 ωt dt. ഇന്റഗ്രൽ cos ax dx ന്റെ ഉത്തരം this is equal to -1 by a sin ax plus c എന്നാണ്.
നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇതിനകത്ത് എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2 ഒമേഗയാണ്, എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ടി ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ദിസ് ഇസ് ഈക്വൽ ടു -1 എയുടെ സ്ഥാനത്ത് 2 ഒമേഗ ഇൻറ്റു സൈൻ എ എക്സ് എന്ന് വെച്ചാൽ 2 ഒമേഗ ടി പ്ലസ് സി. ഇവിടെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് ഇങ്ങനെ 0 to capital T. Now this is equal to -1/2 omega into sin 2 omega upper limit കൊടുക്കുക into capital T minus sin 2 omega into t ക്ക് പകരം lower limit കൊടുക്കുക 0. That is equal to -1/2 omega into sin 2 into ഒമേഗയ്ക്ക് പകരം 2π capital T into capital T മൈനസ് സൈൻ 0. ടിയും ടിയും ക്യാൻസൽ ചെയ്യും. സൈൻ 4π. സൈൻ 2π 0 ആണ്. ഈ സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സൈക്കിൾ അവസാനിക്കുക 4πയിലാണ്. സൈൻ 4πയും 0 ആണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ 0 വരും. ഇതിന്റെ വാല്യൂ 0 വരും. ബ്രാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് ടേം 0 വരും. സൈൻ 0യും 0 ആണ്. ഇവിടെ നോക്കിയാൽ മതി, സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ ഉത്തരം -1/2 ഒമേഗ ഇൻറ്റു 0 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 വരും. അതായത് ആവറേജ് വാല്യൂ ഓഫ് ഹീറ്റ് ഇൻ 1 കംപ്ലീറ്റ് സൈക്കിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് സെക്കൻഡ് ടേമിന്റെ വാല്യൂ 0 ആണ് കിട്ടുക. ഫസ്റ്റ് ടേമിന്റെ വാല്യൂ ക്യാപിറ്റൽ ടി കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ഉത്തരം നമ്മൾ ഇതിന്റെ ഫൈനൽ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. Therefore HAC in average value of HAC in 1 complete cycle is equal to I0 squared into R divided by 2T. ഈ 2T ആണ് എഴുതിയിരിക്കുന്നത് ഇൻറ്റു ക്യാപിറ്റൽ ടി. ഈ ഫസ്റ്റ് ടേമിന്റെ ഉത്തരമാണ് ക്യാപിറ്റൽ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി. ടിയും ടിയും ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 squared R divided by 2. That is the average heat produced in that resistor in 1 complete cycle of AC is equal to I0 squared R divided by 2. I0 squared R divided by 2. Now, let us replace this AC source by a DC source. ഈ AC സോഴ്സിന് പകരം അതേ റെസിസ്റ്ററിൽ ഒരു DC സോഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കും, അതേ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട്. അതിനു മുമ്പേ ഈ റെസിസ്റ്ററിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് തണുക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ചൂടായി കിടക്കുകയായിരുന്നു AC പോയത് കാരണം. അതിനെ തണുക്കാൻ അനുവദിക്കുക. എന്നിട്ട് പൂർണ്ണമായും തണുത്ത ശേഷം ഒരു DC സോഴ്സ് കണക്ട് ചെയ്യാം. ഇനി ഈ DC സോഴ്സ് കാരണം ഈ റെസിസ്റ്ററിൽ ഓരോ ഇൻസ്റ്റന്റിലും ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. DC-യുടെ വാല്യൂ എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് കറണ്ട് I ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈ റെസിസ്റ്ററിൽ DC സോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് HDC ആണെങ്കിൽ HDC ഈക്വൽ ടു കറണ്ടിന്റെ സ്ക്വയേർഡ്, നമുക്ക് അതിനെ IDC എന്ന് വിളിക്കാം. ഈ സർക്യൂട്ടിലൂടെ ഇപ്പോൾ ഒഴുകുന്ന കറണ്ടിനെ IDC എന്ന് വിളിക്കാം. സോ IDC സ്ക്വയേർഡ് ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ഒഴുകുന്ന ഇന്റർവെല്ലിൽ DT സമയത്തേക്കാണ് IDC കറണ്ട് ഒഴുകുന്നത് എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഹീറ്റ് കിട്ടുക. ഇനി ഈ കറണ്ട് ഈ AC-യുടെ പീരീഡിന് തുല്യമായ സമയത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ അത്രയും സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആവറേജ് ഹീറ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ആ വലിയ ഇന്റർവെല്ലിലുള്ള ഒരു ചെറിയ ഇൻഫിനിറ്റെസിമലി സ്മോൾ ഇന്റർവെല്ലാണ് DT എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഇന്റർവെല്ലിൽ ക്യാപിറ്റൽ T എന്ന് പറയുന്ന വലിയ ഇന്റർവെല്ലിൽ ഡെവലപ്പ് ചെയ്ത DC കാരണം ഡെവലപ്പ് ചെയ്ത ആവറേജ് ഹീറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. നേരത്തെ നമ്മൾ പരിഗണിച്ചിരുന്ന AC-യുടെ പീരിയഡ് എത്രയാണോ, ടൈം പീരിയഡ് എത്രയാണോ, അതിന് തുല്യമായ സമയം ഈ റെസിസ്റ്ററിലൂടെ DC നമ്മൾ കടത്തിവിടുന്നു. എന്നിട്ട് ആ സമയം കൊണ്ട് DC കാരണം ഈ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്ത ആവറേജ് ഹീറ്റ് കണ്ടുപിടിക്കാൻ പോകും. ആ ആവറേജ് ഹീറ്റ് HDC AV എന്നാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ HDC AV is equal to
ഐ ഡി സി സ്ക്വയേർഡ് ആർ ഡി ടികളുടെ എല്ലാം കൂടെ സം എടുക്കുക. എവിടുന്ന് അവിടെ വരെയുള്ള 0 മുതൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് വരെയുള്ള ഐ ഡി സി സ്ക്വയേർഡ് ആർ ഡി ടികളുടെ എല്ലാം കൂടെ സം എടുക്കുക. എന്നിട്ട് എത്ര ഇൻസ്റ്റന്റുകൾ ഉണ്ടോ അത്രയും എണ്ണം കൊണ്ട് ഹരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റുകളൊക്കെ പുറത്തേക്ക് എടുക്കുക. ഐ ഡി സി സ്ക്വയേർഡ് കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ഡി ടി. ഇതിന്റെ ഉത്തരം ക്യാപിറ്റൽ ടി ആണ്, നമുക്കറിയാം. അത് നമ്മൾ ഇവിടെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ഡി ടി? Integral 0 to capital T dt is capital T. So this is equal to I dc squared r divided by t into capital T. T യും T യും cancel ചെയ്തു, which is equal to I dc squared into r. അതായത് ഈ റെസിസ്റ്ററിലൂടെ ക്യാപിറ്റൽ ടി സമയത്തേക്ക് ഡി സി ഒഴുക്കി വിട്ടപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്ത ആവറേജ് ഹീറ്റ് ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതേ റെസിസ്റ്ററിലൂടെ ക്യാപിറ്റൽ ടി സെക്കൻഡ് സമയത്തേക്ക് എ സി കടത്തി വിട്ടപ്പോൾ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹീറ്റുകളും ഇങ്ങനെ പാരലായിട്ട് എഴുതാം. എച്ച് ഡി സിയുടെ ആവറേജ് വാല്യൂ ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ദ ഗിവൺ എ സി. ഡി സി ആണ് ഒഴുകിയെങ്കിലും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന എ സിയുടെ ടൈം പീരീഡിന് തുല്യമായ സമയത്തേക്കാണ് ഡി സി ഒഴുകിയത്. ആ സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആവറേജ് ഹീറ്റ് ഐ ഡി സി സ്ക്വയേർഡ് ഇൻറ്റു ആർ. ഇത് എ സി കാരണം ഉണ്ടായ ആ റെസിസ്റ്ററിൽ ഉണ്ടായ ആവറേജ് ഇഫക്റ്റ് ആണ്. ഇത് അതേ റെസിസ്റ്ററിൽ അതേ സമയം കൊണ്ട് ഡി സി കാരണം ഉണ്ടായ ആവറേജ് ഇഫക്റ്റ് ആണ്. ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റിന്റെ രൂപത്തിലാണ് പുറത്തു വന്നത്. സപ്പോസ് ദാറ്റ് ദീസ് ടു ഇഫക്ട്സ് ആർ ഈക്വൽ. പ്രത്യേകം ശ്രദ്ധിക്കുക ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് എ സി പ്രൊഡ്യൂസ് ചെയ്ത അതേ ഇഫക്റ്റ് തന്നെ അതേ റെസിസ്റ്ററിൽ അതേ സമയം കൊണ്ട് ഡി സിയും പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. മാത്തമാറ്റിക്കലി അതെങ്ങനെ എഴുതുക? എച്ച് എ സിയുടെ ആവറേജ് വാല്യൂ ഇസ് ഈക്വൽ ടു എച്ച് ഡി സിയുടെ ആവറേജ് വാല്യൂ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ 0 സ്ക്വയേർഡ് ആർ ഡിവൈഡഡ് ബൈ 2 is equal to I dc squared into r എന്ന് എഴുതാം. അപ്പോൾ ആറും ക്യാൻസൽ ചെയ്തു. അതായത് ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് എ സി പ്രൊഡ്യൂസ് ചെയ്ത ഇഫക്റ്റും അതേ റെസിസ്റ്ററിൽ അതേ സമയം കൊണ്ട് ഡി സി പ്രൊഡ്യൂസ് ചെയ്ത ഇഫക്റ്റും സെയിം ആണെങ്കിൽ ആ കേസിൽ ഐ ഡി സി സ്ക്വയർഡ് ഈക്വൽ ടു ഐ 0 സ്ക്വയേർഡ് ബൈ 2 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് എടുത്താൽ ഐ ഡി സി ഈസ് ഈക്വൽ ടു ഐ 0 ഡിവൈഡഡ് ബൈ √2 എന്നും കിട്ടും. പകരം ഇങ്ങനെ കിട്ടിയതിന്റെ അർത്ഥം ഈ റെസിസ്റ്ററിലൂടെ I0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഓരോ ഇൻസ്റ്റന്റിൽ ഓരോരോ വാല്യൂസ് ഉള്ള കറണ്ട് ഒഴുകുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് അതിലൂടെ തുടർച്ചയായിട്ട് ഐ ഡി സി എന്ന് പറയുന്ന കറണ്ട് ഒഴുകിയാലും കിട്ടുക എന്നാണ്. അതായത് ഈ വ്യത്യസ്ത വാല്യൂസ് ഓഫ് എ സി കറണ്ടുകൾക്ക് പകരം നിങ്ങൾക്കിനി ഒരു കോൺസ്റ്റന്റ് ഡി സി അതിലൂടെ ഒഴുകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ആ കോൺസ്റ്റന്റ് ഡി സിയുടെ വാല്യൂ ആണ് I0 ബൈ √2. അതാണ് ഈ ഈക്വാലിറ്റിയുടെ അർത്ഥം. And therefore, I0 by √2 is called the effective value of AC. ഈ എ സിയുടെ I0 sin ഒമേഗ ടി എന്ന് പറയുന്ന I ഈക്വൽ ടു I0 sin ഒമേഗ ടി എന്ന് പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലും ഓരോ വാല്യൂസ് ഉള്ള എ സിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിലൂടെ തുടർച്ചയായിട്ട് I0 by √2 എന്ന് പറയുന്ന ഡി സി കറണ്ട് ഒഴുകുന്നതിന് ഈക്വൽ ആണ്. അതായത് ഇങ്ങനെയുള്ള വ്യത്യസ്ത കറണ്ടുകളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇനി ഒരു കോൺസ്റ്റന്റ് ഡി സി കറണ്ടിനെ ഇമാജിൻ ചെയ്യാം. ആ കോൺസ്റ്റന്റ് ഡി സി കറണ്ടിന്റെ വാല്യൂ ആണ് I0 by √2. And therefore, I0 by √2 is called the effective or equivalent current in this circuit. Equivalent current of I0 sin omega t. I0 by √2-നെ I0 sin omega t എന്ന് പറയുന്ന കറണ്ടിന്റെ എ സിയുടെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് ഈ കാരണം കൊണ്ട് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് വാല്യൂവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇഫക്റ്റീവ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ ഒരു ഡി സി ആണ്. ഇഫക്റ്റീവ് വാല്യൂ ഓഫ് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇഫക്റ്റീവ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ ഒരു ഡി സി ആണ്. ആ ഡി സിയുടെ പ്രത്യേകത എന്താ? ആ ഡി സി ഒരു ഗിവൺ റെസിസ്റ്ററിലൂടെ ഒരു ഗിവൺ സമയം കൊണ്ട് ഒഴുകുമ്പോൾ കിട്ടുന്ന ഹീറ്റിംഗ് ഇഫക്റ്റും അതേ എ സി അതേ റെസിസ്റ്ററിലൂടെ അതേ സമയം കൊണ്ട് ഒഴുകുമ്പോൾ കിട്ടുന്ന
ഹീറ്റിംഗ് എഫക്റ്റും ഒന്ന് തന്നെ ആയാൽ മതി. So the effective value of AC is that DC which produces the same heating effect in a resistor in a given time as that produced by AC in the same resistor in the same time. മലയാളത്തിൽ പറഞ്ഞാൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത് ഒരു DC കറണ്ട് ആണ്. ആ DC കറണ്ടിന്റെ പ്രത്യേകത നമ്മുടെ AC കറണ്ട് കൊണ്ട് ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ എന്ത് ഇഫക്റ്റ് ആണോ ഉണ്ടാവുക അതേ ഇഫക്റ്റ് ആ DC കൊണ്ട് അതേ റെസിസ്റ്ററിൽ അതേ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, തൊട്ട് മുമ്പേ നമ്മൾ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് AC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ടെക്നിക്കലി ഇഫക്റ്റീവ് വാല്യൂ ഓഫ് AC അല്ലെങ്കിൽ ഐ ഇഫക്റ്റീവ് എന്ന് എഴുതുന്നതിന് പകരം മറ്റൊരു പേരാണ് ഉപയോഗിക്കാറുള്ളത്. ആ പേര് ആണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി മനസ്സിലാക്കും. ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഒരു AC റിപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. നമ്മൾ ഈ കറണ്ടിനെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ I സ്ക്വയേർഡ് എന്നാണ് എഴുതാറ്. നമ്മൾ ഇതിന് പകരം ഇങ്ങനെ എഴുതുക, ഐയെ സ്ക്വയർ ചെയ്തിരിക്കുന്നു, അടിയിലായിട്ട് I സ്ക്വയേർഡ്, സ്ക്വയേർഡിന്റെ S ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു I0 സ്ക്വയേർഡ് സൈൻ സ്ക്വയേർഡ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി ഫൈൻഡ് മീൻ ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്കുള്ള I0 സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടികളുടെ ആവറേജ് എടുക്കുക. എന്നുവെച്ചാൽ ഇതിനെ ഈ വേവിലെ ഓരോ വാല്യൂസിനും നമ്മളിപ്പോൾ സ്ക്വയർ ചെയ്തു, എന്നിട്ട് ആ സ്ക്വയറുകളുടെ എല്ലാം കൂടെ ആവറേജ് എടുക്കുക. അതാണ് എഴുതിയിരിക്കുന്നത് മീൻ എം. അപ്പം നമ്മൾ അതിനെ ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്തു. ഇനി ആ സ്ക്വയർ ചെയ്ത ഈ വാല്യൂസിന്റെ എല്ലാം കൂടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാം. മീൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തുള്ള I സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടികളുടെ എല്ലാം കൂടെ മീൻ വാല്യൂ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മുതൽ ക്യാപിറ്റൽ ടി വരെ എത്ര I0 സ്ക്വയേർഡ് സൈൻ സ്ക്വയേർഡ് ഒമേഗ ടികൾ ഉണ്ടോ അവയുടെ എല്ലാം കൂടെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ എത്ര പേരുടെ സമ്മാണ് എടുത്തത് ആ എണ്ണം കൂടെ ആയിരിക്കണം. ഓരോ ഇൻസ്റ്റന്റിൽ ഓരോ ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലും ഓരോ I0 സൈൻ സ്ക്വയർഡ് ഒമേഗ ടികൾ. അപ്പം മൊത്തം എത്ര I0 സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടികളുടെ സം എടുത്തു വെച്ചാൽ എത്ര ഇൻസ്റ്റന്റുകളുണ്ടോ അത്രയും എണ്ണമാണ് ഈ ന്യൂമറേറ്ററിൽ വരിക, അത്രയും ടേമുകളാണ് ന്യൂമറേറ്ററിൽ വരിക. സോ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി. ഇനി കോൺസ്റ്റന്റുകളൊക്കെ പുറത്തേക്ക് എടുക്കുക. ടി കോൺസ്റ്റന്റ്, I0 സ്ക്വയർഡ് കോൺസ്റ്റന്റ് ആണ്. സോ I0 സ്ക്വയർഡ് ഡിവൈഡ് ബൈ ഈ ടി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി സൈൻ സ്ക്വയേർഡ് ഒമേഗ ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി സൈൻ സ്ക്വയർഡ് ഒമേഗ ടി പകരം നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ട് 1 മൈനസ് കോസ് ടു ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന് എഴുതാം. ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I0 സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി, ഈ ടി ആണ് എഴുതിയിരിക്കുന്നത്, ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡി ടി. ഇനി ഈ ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ഡി ടി 1 ഇൻറ്റു ഡി ടി മൈനസ് ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി കോസ് 2 ഒമേഗ ടി ഡി ടി. കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ഡി ടി ഈസ് ക്യാപിറ്റൽ ടി, ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി കോസ് 2 ഒമേഗ ടി ഡി ടി ഈസ് ഈക്വൽ ടു 0. സൈൻ ഫംഗ്ഷന്റെയോ കൊസൈൻ ഫംഗ്ഷന്റെയോ ഒരു കംപ്ലീറ്റ് സൈക്കിൾ സമയത്തേക്കുള്ള സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു I0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ, അത് ക്യാപിറ്റൽ ടി ആണ്, ഇൻറ്റു ക്യാപിറ്റൽ ടി. ടി ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു I0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് എന്താണ് I0 സ്ക്വയർ ബൈ 2 ആയിട്ട് കിട്ടിയിരിക്കുന്നത്? ഐയുടെ സ്ക്വയറിന്റെ മീൻ എടുത്തപ്പോഴാണ്, അതായത് കറണ്ടിന്റെ സ്ക്വയറിന്റെ മീൻ എടുത്തപ്പോഴാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ റൂട്ട് എടുക്കുക. ടേക്ക് സ്ക്വയർ റൂട്ട് എടുക്കുക എന്നുള്ളതിന്
ഇതിന്റെ റൂട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്തത് ഐയെ സ്ക്വയർ ചെയ്തു, പിന്നെ ആ സ്ക്വയറുകളുടെ എല്ലാം കൂടെ മീൻ കണ്ടുപിടിച്ചു ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഇനി ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് IRMS ഈക്വൽ ടു, അപ്പൊ ഈ ഭാഗത്തിന്റെ റൂട്ട് എടുക്കണം, I0 സ്ക്വയറിന്റെ റൂട്ട് I0 ഡിവൈഡഡ് ബൈ 2ന്റെ റൂട്ട് ദാറ്റ് ഈസ് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ് IRMS, കറണ്ടിന്റെ സ്ക്വയറിന്റെ മീനിന്റെ റൂട്ട് എടുത്തു. ആദ്യം സ്ക്വയർ ചെയ്തു, പിന്നെ ആ സ്ക്വയർഡ് വാല്യൂസിന്റെ എല്ലാം കൂടെ മീൻ കണ്ടുപിടിച്ചു, പിന്നെ അവസാനം അതിന്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിച്ചു. ഈക്വൽ ടു നമുക്ക് കിട്ടിയത് I0 ഡിവൈഡഡ് ബൈ √2 എന്നാണ്. തൊട്ട് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് I0 ബൈ √2 എന്ന് പറയുന്നത് I ഇഫക്റ്റീവ് എന്നും വിളിക്കാനും മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു I ഇഫക്റ്റീവ്. അപ്പൊ I ഇഫക്റ്റീവിനെ നമുക്ക് വേണമെങ്കിൽ IRMS എന്നും വിളിക്കാം. ഇതേപോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും VRMS, വോൾട്ടേജിന്റെ RMS. നമ്മളിപ്പോ കറണ്ടിന്റെ ഇക്വേഷന്റെ RMS ആണ് കറണ്ടിന്റെ RMS വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അതേപോലെ വോൾട്ടേജിന്റെ RMS കണ്ടുപിടിച്ചാൽ VRMS ഈക്വൽ ടു V ഇഫക്റ്റീവ് ഈക്വൽ ടു V0 ബൈ √2 എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണ് എന്ന് നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ ഇതാണ്, V ഈക്വൽ ടു V0 sin omega t. വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജിന്റെ RMS വാല്യൂ അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ 230 ആണ് എന്നുള്ളതാണ്. അതായത് ഈ കാണിച്ചിരിക്കുന്നത് വോൾട്ടേജിന്റെ കർവ് ആണെങ്കിൽ ഇവിടെ +V0 വരും, ഇവിടെ -V0 വരും. ഈ +V0 എന്ന് പറയുന്നത് 230 ആണ് എന്നല്ല പറയേണ്ട അർത്ഥം. ഈ V0യുടെ വാല്യൂ ഇതിൽ നമുക്ക് കിട്ടും. നമ്മൾ വീട്ടിൽ കിട്ടുന്നത് 230 വോൾട്ട് ആണെങ്കിൽ വാട്ട് ഈസ് V0? ഈ കർവിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എത്രയായിരിക്കും? V0 ഈക്വൽ ടു √2 ടൈംസ് 230 ആണ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ്. അതായത് 230 ടൈംസ് √2 ആണ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് +230 ഇൻറ്റു √2നും -230 ഇൻറ്റു √2നും ഇടയിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദിശയും മാറുന്ന സൈനും മാഗ്നിറ്റ്യൂഡും ഒക്കെ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു AC വോൾട്ടേജ് നമ്മളെ വീട്ടിലെ ഫാനിന് അല്ലെങ്കിൽ ബൾബ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബൾബിന് എന്ത് തോന്നലാണ് ഉണ്ടാവുക? ആ ബൾബിന് ഉണ്ടാവുന്ന തോന്നല് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ബൾബിന് അതിലൂടെ ഒരു DC പോകുന്ന തോന്നല് ഉണ്ടാവാം. ആ DC എത്രയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ DCയുടെ വാല്യൂ ആണ് 230 വോൾട്ട്. അതായത് വീട്ടിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണത്തിന് തുടർച്ചയായിട്ട് 230 വോൾട്ട് ഫീൽ ചെയ്യുന്ന ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ 230 വോൾട്ട് തുടർച്ചയായിട്ട് അതിന് കിട്ടുന്നില്ല. അതിൽ കിട്ടുന്ന വോൾട്ടേജ് 0ക്കും 230 ഇൻറ്റു √2നും ഇടയിൽ 0ക്കും 230 ഇൻറ്റു √2നും ഇടയിൽ പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ മാറ്റം കൊണ്ടുണ്ടാവുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 230 വോൾട്ട് DC കൊടുക്കുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ്. എന്നുവെച്ചാൽ വീട്ടിൽ നമ്മൾ ഒരു 230 വോൾട്ട് ഉപയോഗിച്ച് 230 വോൾട്ട് EMF ഉള്ള ഒരു ബാറ്ററി ഉപയോഗിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ KCBയിൽ നിന്ന് തരുന്ന AC വോൾട്ടേജ് ഉപയോഗിക്കുമ്പോഴും ഒരു ഉപകരണം ഒരേ ഇഫക്റ്റ് ആണ് കാണിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ.